സന്ദീപ മൊബൈൽ എടുക്കല്ലേ, കാശില്ല. ഓ ശരിയടേ. ഒന്നും മിണ്ടാണ്ടിരാ. ഉണ്ടല്ലേ, പഠിച്ച് ക്ഷീണിച്ച് കിടക്കുക മുതല്. തല നേരെ നിക്കണമെങ്കിൽ രാവിലെ ബിവറേജ് ഉറക്കണം. എന്താണ് ഈ കാണുന്നത്? ഇതൊരു വായനശാലയാണോ? മധുശാലയല്ലേ? ആഴ്ച ഒന്നങ്ങ് കഴിഞ്ഞ്. ഇവിടെ എന്താ കമ്പൈൻ സ്റ്റഡിയോ അതോ കമ്പൈൻ കുടിയോ? കാമുകൻ ഇന്നും കുളിക്കാതെ പൗഡറൊക്കെ ഇട്ടോ. എന്തായാലും ടൈം പീസ് വരും മുമ്പ് ഞാൻ ജയിച്ചിരിക്കും. ഓ അത്രക്കും മിടുക്കനാണ് നീ. ആടാ, ഞാനേ കളിയുടെ കാര്യം ഉദ്ദേശിച്ചത്. ഓ അത് പിന്നെന്താ ഇതിന് പറയുന്നത്? ഹലോ, ആ മെമ്പറാ. ആ മനസ്സിലായി. എത്തിയായിരുന്നോ? ഞാനിപ്പോൾ എത്തിയേക്കാം. ഒരു കാര്യം ചെയ്യ്, സമയം നമ്മുടെ ടൈം പീസ് പോകുന്നതിന് മുമ്പ് അങ്ങ് എത്തിയേക്കാം. ആയിക്കോട്ടെ. ഓ ഞാൻ റെഡിയാ. എത്തി. ശരി, ഓക്കെ. ഇന്നത്തേക്കുള്ളയായി എന്നെ അഴിമതിക്കാരനാക്കിയാണ്. ഞാൻ ഒരുങ്ങാടി. അമ്മ 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 ആ അതെ, ഒരു ബൈക്കിലാ കറക്കം. ശല്യ എപ്പോ റോഡിൽ ഇറങ്ങിയാലും എന്റെ പിറകില. മോളെ, കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. ശരി, പിന്നെ കാണാമേ. ഞാൻ വെക്ക് കേട്ടോ. എനിക്ക് കാപ്പി വേണ്ട. 9 മണിക്കാ ബസ്. ഇപ്പൊ തന്നെ സമയം പോയി. 8 മണിക്കത്തെ ടൈം പീസ് പോയിട്ടല്ലേ 9 മണിക്ക് ബസ് പോകത്തുള്ളൂ. മോള് കാപ്പി കുടിച്ചിട്ട് പോയാ മതി. അതങ്ങനെ ഒരു സാധനം. ഒരു ടൈം പീസ്. മനുഷ്യന് പുറത്തിറങ്ങാൻ പറ്റണ്ടായി. നീ വന്ന് കഴിച്ചേ. ഓ കയ്യും കാലും മാത്രമല്ല, തല വരെ ചെളിയായി. അടുത്ത പ്രാവശ്യം വോട്ട് തണ്ടാനിഞ്ഞ് വന്നേ. അല്ല, രാവിലെ പുല്ലുപറി ചെളിയിലായിരുന്നു. ഓ വികസനം വന്ന് ഇപ്പൊ നമ്മുടെ റോഡിലൂടെ നടന്ന ഇതാകെ. അതുള്ള 8 മണിക്ക് രാജൻ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞായിരുന്നു. നമ്മുടെ ആ ക്രാവിനെയും കൊടുക്കാൻ. കറ വേണ്ടേ നമുക്കും കൂടെ തരണേ. വെള്ളം ചേർത്ത് മടുത്ത്. ഈ പരിശോധനക്കാരെ എപ്പോഴാ കയറി വരണമെന്ന് പറയാനും പറ്റില്ല. പരമു, നമ്മുടെ ടൈം പീസ് പോയോ? ആർക്കറിയാം. ഇപ്പൊ നാട്ടുകാർക്ക് സമയം നോക്കാനും സമയം കളയാനും ഒരു ഉപകരണം. നല്ല പേരാ, ടൈം പീസ്. പഞ്ചായത്ത് ഞങ്ങൾ സ്തംഭിപ്പിക്കും. പഞ്ചായത്ത് ഞങ്ങൾ സ്തംഭിപ്പിക്കും. സ്തംഭിപ്പിക്കും 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 സ്തംഭിപ്പിക്കും. പഞ്ചായത്ത് ഞങ്ങൾ സ്തംഭിപ്പിക്കും. പഞ്ചായത്ത് ഞങ്ങൾ സ്തംഭിപ്പിക്കും. സ്തംഭിപ്പിക്കും സ്തംഭിപ്പിക്കും സ്തംഭിപ്പിക്കും. പഞ്ചായത്ത് ഞങ്ങൾ സ്തംഭിപ്പിക്കും. ഞാൻ ദീപു. ദീപു മാധവൻ. തെക്കേപ്പറമ്പിൽ മാധവൻ ശ്രീദേവി ദമ്പതികളുടെ ഏകസമ്മതി. പക്ഷേ നാട്ടുകാരെന്നെ ടൈം പീസ് എന്നാണ് വിളിക്കാറ്. ആ വിളിക്ക് പിന്നിൽ പരിഹാസമാണോ ബഹുമാനമാണോ എന്നൊന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല. പക്ഷേ അതെനിക്കൊരു അഭിമാനമാണ്. ഇന്നെൻ്റെ ഈ മടക്കയാത്രയ്ക്ക് പിന്നിലൊരു കഥയുണ്ട്. ചില ലക്ഷ്യങ്ങളുടെ കഥ, ചില നേട്ടങ്ങളുടെ കഥ, അറിഞ്ഞും അറിയാതെയും നിയോഗമാകാറുള്ള സമയത്തിൻ്റെ കഥ, എൻ്റെ ഈ കൊച്ചു ടൈം പീസിൻ്റെ കഥ.
പൂമഞ്ഞു കൊമ്പിൽ നീ സിന്ദൂര ചായം പോ ഊഞ്ഞാലിൽ ഉയരുന്നു മിഴിദീപമാകുന്നു. പൂമഞ്ഞു കൊമ്പിൽ നീ സിന്ദൂര ചായം പോ ഊഞ്ഞാലിൽ ഉയരുന്നു മിഴിദീപമാകുന്നു. എൻ നെഞ്ചിൽ താളം നീയേ, എൻ ജീവശ്വാസം നീയേ, എൻ നെഞ്ചിൽ താളം നീയേ, എൻ ജീവശ്വാസം നീയേ. ചന്ദ്രകാന്ത തേരിലേറി വന്നൊരു സുന്ദരമണി വീണ. എൻ്റെ കുട്ടിക്കാലത്ത് സിലോണിൽ ജോലി ചെയ്തിരുന്ന എൻ്റെ അച്ഛൻ വിഷുവിന് നാട്ടിലേക്ക് വന്നപ്പോൾ എനിക്കൊരു സമ്മാനം കൊണ്ടുവന്നു. അത് ഒരു ടൈം പീസായിരുന്നു. അതിന് അണ്ണാറക്കണ്ണൻ്റെ രൂപവും ചെമ്പൻ നിറവും തിളങ്ങുന്ന കണ്ണുകളും ഉണ്ടായിരുന്നു. അന്നു മുതൽ എൻ്റെ ഓരോ ചുവടുകൾക്കും സമയത്തിൻ്റെ ഒരു ലോകം ചുറ്റുമുണ്ടെന്ന് എന്നെ പഠിപ്പിച്ചു ആ സമ്മാനം. പതുക്കെ കഴിക്കും മോനെ, അല്ലെങ്കിൽ നെറുകെ കയറും. നിന്റെ പാത്രത്തിൽ നിന്ന് ആരും എടുത്തോണ്ട് പോകില്ലല്ലോ. മോനെ, ഡാ എണീറ്റേ. ദേ വന്ന് വല്ലതും കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങ. ഡാ എണീക്കാൻ, ഇങ്ങനെ കിടന്നുറങ്ങാതെ. ഈ ചെക്കൻ്റെ ഒരു ശീലങ്ങള്. ടൈബീസിൻ്റെ താളവും എൻ്റെ ഹൃദയത്തിൻ്റെ ഇടുപ്പും ഒന്നായി മാറുകയായിരുന്നു. ഡാ, അമ്മാവൻ പത്രം ചോദിച്ചിട്ട് നിനക്ക് അങ്ങോട്ട് എടുത്തു കൊടുക്കാൻ വയ്യല്ലേ? നിന്റെ ഒരു കളി. അവൻ കളിക്കട്ടടി, സമയം വെച്ചുള്ള കളിയല്ലേ അവന്റെ. ഇവിടെ മഴ പെയ്യുന്നു. ജോലിയുടെ ഗുണം മാത്രം നോക്കി പെങ്ങന്മാരെ കെട്ടിച്ച ഇതുപോലൊക്കെ കാണേണ്ടി വരും. വീരപ്പനെന്ന് കരുതി രണ്ടുപേരെ കൂടി കൊലപ്പെടുത്തി. പോലീസിന് വെട്ടിച്ചു കിടന്ന തമിഴൻ ലോറി മറിഞ്ഞ് ലക്ഷങ്ങളുടെ മുട്ട പൊട്ടി. അമ്മാവൻ്റെ സമയം അന്ന് തൊട്ട് തെറ്റിയെന്നാണ് പരക്കെ പറച്ചിൽ. ഒന്നും ഞാൻ അറിഞ്ഞോണ്ടല്ലോ, അമ്മാവൻ്റെ സമയം അല്ലാതെന്ത്. ഡാ ദീപു, ഡാ മാധവ് തുറന്നേ. നീ എന്നിട്ടൊരു ടൈം പീസും. ടീച്ചറാ, ഇതിന്റെ ഒച്ച കേട്ട് ഞാൻ മടുത്തു. ആ കുന്ത്രാണ്ട് എൻ്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ, അടുപ്പിലിട്ട് ഞാൻ കത്തിക്കിങ്ങ. ഇനി പണിയെടുത്ത് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നണില്ലേ? കൃഷി ചെയ്ത് ഇങ്ങനെ നെല്ലും തേങ്ങയും വിറ്റ് ജീവിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ എന്റെ മോൻ ഇത്രയും പഠിച്ചത്? നെല്ല് വിതച്ചാൽ അതിൻ്റെ വിളവെടുക്കാനൊരു സമയമുണ്ട്. അതുവരെ ക്ഷമ വേണം, അല്ലാതെ ആക്രാന്തം പാടില്ല. ആ, എല്ലാം ഞാൻ ക്ഷമിച്ചോണ്ടിരിക്കുക. പിന്നെ നമ്മുടെ വസ്തുവിന്റെ കാര്യമില്ലേ, നീ ആ വക്കീലിനെ കണ്ട് എന്താ പറയാൻ പോകുന്നേ? പറയാനുള്ളതെല്ലാം ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട്. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. നിന്റെ സമയത്തിനിരിക്കുകയല്ലേ കോടതിയും വക്കീലും ഒക്കെ. വക്കീലായാലും മജിസ്ട്രേറ്റ് ആയാലും ജട്ടിയിടേണ്ട സമയത്ത് ജട്ടിയിട്ടേ പറ്റൂ. വെറുതെ പുകഞ്ഞു തീരാനുള്ളതല്ല മോനെ ജീവിതം. സമയത്തെ പണമായി കണ്ട് സൂക്ഷിച്ച് വിനിയോഗിക്കണം. തെക്കേപ്പറമ്പിൽ മാധവൻ്റെ ലേഖനം 1-ാം അധ്യായം. അച്ഛൻ ഞങ്ങളെ വിട്ടുപോയെങ്കിലും എല്ലാവരുടെയും ഹൃദയത്തിൽ ഇന്നും ജീവിക്കുന്നു. ഡാ,
ഇന്ന് വക്കീലിനെ കാണണം കാണണം കാണണം. ഇവൻ മാറട്ടെ. ഇവനെന്താ കണ്ണു കാണത്തില്ല? എന്റെ കാലെന്താ താഴെ ഒട്ടിച്ചു വെച്ചേക്ക. അച്ഛന്റെ സമയം കൊണ്ട് വന്ന് നിൽക്കുകയാണോ? കിടന്ന് കാറണ്ട. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആ കുന്ത്രാണ്ടം കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോവരുതെന്ന്. ആഹാ, ഇതിങ്ങി കൊണ്ടുവന്നോ? ഇരിക്കും മോനെ. വേണ്ട ഇവിടെ ഇരിക്കേ. അയ്യോ ഇരിക്കണോ? അറിയില്ല. എന്റെ മോനെ തല്ലിയ കൂട്ടത്തിലുള്ള ആളല്ലേ? അതെയല്ലോ. അയ്യോ അതല്ല. അമ്മയോട് പോവാ. ചായ എടുക്കാൻ. എന്റെ മോനെ തല്ല് നേരത്തെ കൊടുത്തിരുന്നെങ്കിലേ അവൻ എന്നേ നന്നായേനെ. സത്യത്തിൽ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന്. ആ ചായ കുടിക്കും. നമ്മുടെ നാട്ടുകാരുടെ സ്വഭാവമല്ലേ, ആരെങ്കിലുമൊക്കെ കൈവെക്കുന്ന കണ്ട അവർ കയറി അങ്ങ് പെരുമാറും. പക്ഷേ ഡോക്ടർ പറഞ്ഞത് അച്ഛൻ വെള്ളത്തിൽ വീണത് നന്നായെന്നാ. കാരണം അതിനുശേഷം അച്ഛൻ്റെ ചൊറിച്ചിൽ മാറി. ആലോചിച്ചപ്പോ ശരിയാ, അച്ഛനെ കുളിപ്പിക്കാത്തതാ കാരണം. പിന്നെ വക്കീല് പറഞ്ഞു മോന് ടൈം പീസ് ഒരു വീക്ക്നെസ് ആണെന്ന്. ഇതിപ്പം ഞങ്ങളുടെ ഇരുന്ന് മോന്റെ സമയം തെറ്റണ്ട, ഇത് ഇയാടെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. സന്തോഷമായല്ലോ. പിന്നെ ചായ കുടിക്ക്. അയ്യോ ശരിക്കും എന്തിനായിരുന്നു ഇങ്ങനൊരു മാപ്പ് കുറിച്ചത്? സമയം അല്ലാതെന്ത്? പോറുണ്ട് എംബീസോ. സമയവും പോയി, രാവിലോട്ടിരിക്കുക. ഹലോ, ആ മെമ്പറെ എവിടെയാ? ഞാൻ കുറെ നേരമായിട്ട് കാത്തിരിക്കുക. ആ എത്തിയോ? ഒറ്റാൽ വിട്ടിരുന്നാ മതി, ഗൾഫിൽ നിന്ന് വരെ ഈ വന്ന് വീഴും. ഞാനാണോ? ഞാൻ ഈ കടയിൽ നിൽപ്പുണ്ട്. ഇവനിന്നും ആ കണ്ടു വെച്ചു. മനുഷ്യനെ കൊന്നേനല്ലോ. ആ ഗുഡ് മോർണിംഗ്. ഒന്നും പറയാൻ പറ്റത്തില്ല. ആ പോയതേ നാളത്തെ ഒരു ഓട്ട. പിന്നെ കാര്യങ്ങൾ സാധാരണ ഞാൻ ടൈം പീസ് പോയി കഴിഞ്ഞാൽ വരാറ്. പക്ഷെ ഇന്ന് അതിനു മുമ്പ് എത്തി. ഒരു മിനിറ്റ്, ഞാൻ ആ കടയിൽ നിന്ന് കയറിക്കട്ടെ. വണ്ടി കയറിക്ക. പരമട്ടോ, ഒരു ചായ ഇങ്ങനെ കൊടുക്ക്, ഞാൻ ഇപ്പൊ വരാം. ഒരു ഗൾഫുകാരനാണേ. ഹായ്. ഇന്നും മെമ്പറിന്റെ പോക്കറ്റിൽ കനം കുറെ വെക്കും. അത് ശരി. അപ്പൊ മെമ്പറിന്റെ ഇന്നത്തെ കറവപ്പച്ചു ആണോ ആ കാറും കൊണ്ടുവന്നത്?
നല്ല കണി. Oh, poor man. Crazy. നിനക്ക് ബൈക്ക് റേസ് എടുത്ത വീട്ടുകാർ പണിഞ്ഞിട്ടേക്കുന്നതാണോടാ പഞ്ചായത്ത് റോഡ്. അതിനൊന്നും പറ്റിയില്ലല്ലോ. ചാളിയെ കുളിപ്പിച്ചിട്ട് ഞാൻ പറയുന്നോടാ. ഇതൊക്കെ എന്ത്? എടുക്കടാ. ഒരു ഹെൽപ്പ്. എൻ്റെ പേര് പ്രശ്നം ഉണ്ടാക്കരുത്. ദയവ് ഇത് പിരിഞ്ഞു പോണം. താൻ പോടോ. ഇത് ഇവന്റെ സ്ഥിരം പരിപാടിയാ. ഞങ്ങൾക്കറിയാം എന്ത് വേണമെന്നുള്ളത്. താനേ ടൈം പീസ് നോക്കി നടന്നാ എന്താടാ? മെമ്പറിനിട്ട് രാവിലെ പണി തന്നവനാ. മോന്റെ പേരെന്താ? എവിടാ സ്ഥലം? അരിപ്പാട്. അപ്പം നമ്മുടെ പഞ്ചായത്തല്ല. ഒരു കാര്യം ചെയ്യും, പരാതിക്കാരൻ്റെ കയ്യിൽ നിന്ന് പരാതി ഇങ്ങ് എഴുതി വരും. ബാക്കി നമുക്ക് സ്റ്റേഷനിൽ ചെന്നിട്ട് നോക്കാം. ആരാ പരാതിക്കാരൻ? പരാതിക്കാരൻ അതാരാ? അത് ടൈം പീസാ. എന്റെ ക്ലാവിനെ കൊടുത്തില്ലേലും ആ ടൈം പീസ് പരാതി കൊടുത്താൽ മതിയായിരുന്നു. ആ ടൈം പീസ് എവിടാ? ഇവിടെ എവിടെ? ഇത് ടൈം പീസ് അല്ല കേട്ടോ. എന്റെ പൊന്നപ്പോ. ആരും തെറ്റിദ്ധരിക്കണ്ട, ഇത് ഫോറിൻ വാച്ചാ. നമ്മുടെ കൂട്ടുകാരൻ തന്നതാണ് എന്റെ വാച്ച്. പഞ്ചായത്ത് ഞങ്ങള് പ്രശ്നങ്ങളുണ്ടാക്കുന്ന സമരങ്ങളും സമരങ്ങളുണ്ടാക്കുന്ന പ്രശ്നങ്ങളും കൊണ്ടാണ് ഇവിടെ ഓരോ ദിവസവും പിറക്കുന്നത്. ശരിയാണ്, ഇത് വാർത്തകളുടെ ലോകമാണ്. കാണാതെ പോകുന്ന സത്യങ്ങൾ, ലക്ഷ്യങ്ങൾക്കു വേണ്ടി നാം അറിയാതെ മൂടപ്പെടുന്ന വാർത്തകളുടെ ലോകം. അത്ഭുതങ്ങളും വിസ്മയങ്ങളും കഥകളും കെട്ടുകഥകളുമൊക്കെ ഇനിയിവിടെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോഴും യാഥാർത്ഥ്യങ്ങൾ കണ്ടുണരാൻ, നല്ല സമയങ്ങൾക്ക് സാക്ഷിയാകാൻ ടൈം പീസും. Rap